ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സമയം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വാങ്ങിയ മാങ്ങയാണ്. അപ്പോൾ അത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, കല്ലുപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് 2 ദിവസം ഇരിക്കുമെന്നൊന്നും അറിയില്ല. ഇന്ന് തന്നെ ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരു ലൈഫായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടൊക്കെ കഴിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു ലൈഫ്. അതാണിപ്പോൾ ഏകദേശം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പായസം കുടിക്കണം തോന്നുമ്പോൾ എനിക്കത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ട് വേണം തോന്നുമ്പോൾ അത് ഉണ്ടാക്കാനോ വാങ്ങാനോ ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് കാലം മുന്നേ വരെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിലൊരുപാട് ഭാഗ്യങ്ങളും ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് ആർക്കും അറിയില്ല നാളെ എന്താണ്. അപ്പോൾ ഇന്ന് കഷ്ടപ്പെടുന്നവന് നാളെ എന്തായാലും വേറൊരു തരത്തിൽ ഒരു ഭാഗ്യം ഉണ്ടാവും കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ ഉണ്ടായത്. വിഷമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും, പക്ഷേ നമുക്ക് ഭാഗ്യങ്ങളും നമ്മളെ കൂടെ വരും. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ കണ്ട രീതിയിൽ കൂർക്ക വൃത്തിയാക്കണേ. കൂർക്ക ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. കൂർക്ക നമ്മുടെ ഈ ഏരിയയിലൊന്നും സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂർക്ക കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കൂർക്ക ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ കൂർക്ക നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് സാധാരണ ഉണ്ടാക്കാമല്ലോ, ഉപ്പേരി ഉണ്ടാക്കണം എന്നാണ് വിചാരം. അപ്പോൾ യൂട്യൂബ് റെസിപ്പി നോക്കിയിട്ടാണ് കൂർക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്ന് സൂപ്പർ ലഞ്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ഉണ്ടാവട്ടെ.